2010 ജനുവരി 22 ആ ദിവസം പയ്യന്നൂർ നഗരം ഉണർന്നത് നടുക്കുന്ന ഒരു വാർത്ത അറിഞ്ഞാണ്. വാർത്ത മറ്റൊന്നുമല്ല, പയ്യന്നൂരിലെ ഒരു ലോഡ്ജ് മുറിയിൽ ഒരു യുവതി തൂങ്ങി മരിച്ചു നിൽക്കുന്നു, അതും പൂർണ്ണ നഗ്നയായി. പോലീസ് ആദ്യം സ്ഥലത്തെത്തി. വിവരമറിഞ്ഞ ഉടനെ പോലീസ് സ്ഥലത്തെത്തി, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ആദ്യമേ തന്നെ ഇത് കാണുമ്പോൾ തന്നെ പോലീസിന് ഉണ്ടായിരുന്ന സംശയം ഇത് കൊലപാതകമായിരിക്കാം എന്ന എല്ലാ സംശയങ്ങളും പോലീസിനുണ്ടായിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യാ സാധ്യത തള്ളാതെയായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നത്. ഇത് പോലീസിനെ കുഴക്കി. മാത്രമല്ല, ഇത് കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള സാഹചര്യം യുവതിയെ ലോഡ്ജിൽ കൊണ്ടുവന്ന യുവാവും ആ യുവാവിനൊപ്പം ഒരു കുട്ടിയും ഉണ്ടായിരുന്നുവെന്ന് ലോഡ്ജിലെ ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആ യുവാവിനെയും മകളെയും കാണാനില്ല. പൊടി പോലുമില്ല, കണ്ടുപിടിക്കാൻ ആ നഗരത്തിലെങ്ങും ഇല്ല. 2010 എന്ന് പറയുമ്പോൾ 2024 ഈ കാലഘട്ടങ്ങളിലെ പോലെ CCTV അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും അത്ര പ്രബലമല്ല. ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും വലിയ പണക്കാരുടെയോ ഏതെങ്കിലും സർക്കാർ ഓഫീസുകളിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ സാന്നിധ്യം മാത്രമേ സർവൈലൻസ് ക്യാമറകൾക്ക് ആ 2010കളിൽ ഉള്ളൂ ഈ കേരളത്തിൽ. അതുകൊണ്ട് ഈ പ്രതി എങ്ങോട്ട് പോയി ഇവരെ ട്രാക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലീസിന് പ്രയാസമായിരുന്നു ആ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ആ വർഷം ഇങ്ങനെ കടന്നുപോയി. കേസിൻ്റെ വിചാരണ വന്നു. ഒടുവിൽ പോലീസ് ഉറപ്പിച്ചു, അതായത് തലശ്ശേരി സെഷൻസ് കോടതിയിലാണ് ഈ കേസിൻ്റെ വാദമൊക്കെ നടക്കുന്നത്. കാര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ ഒരു ചെറിയ തെളിവ് കിട്ടി. എന്താണ്? ഇവർ ഭർതൃപീഡനത്തിന് ഇരയായിരുന്നു. ഇവർ ഭർതൃഗൃഹത്തിൽ വെച്ച് സ്ത്രീധന പീഡനത്തിന് ഇരയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവ് ആയിരിക്കാം ഇത് നടത്തിയത്. ഭർതൃമാതാവിനെയും പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതൊരു ഊഹം മാത്രമായിരുന്നു. അതിനെ ശരിവെച്ചുകൊണ്ട് വനിതാ കമ്മീഷനിൽ ഈ യുവതി ഭർത്താവിനെതിരെ നൽകിയ പരാതിയും പോലീസ് കണ്ടെത്തി. അങ്ങനെ വനിതാ കമ്മീഷനിൽ ഭർത്താവിനെതിരെ പരാതി നൽകിയ യുവതിയാണ് ഈ കൊല്ലപ്പെട്ട സ്ത്രീ എന്ന് പോലീസ് മനസ്സിലാക്കുകയും ഭർത്തൃമാതാവിനും ഭർത്താവിനുമെതിരെ കേസെടുക്കുകയും ചെയ്തു. തുടർന്നാണ് ഭർത്താവ് എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ ഭർത്താവ് വിദേശത്താണ് ഉള്ളതെന്ന മറുപടിയാണ് വീട്ടുകാർ പോലീസിന് നൽകിയത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ എങ്ങനെ കണക്ട് ചെയ്യും? അയാൾ വിദേശത്ത് ആയിരുന്നുവല്ലോ, അപ്പോഴെങ്ങനെയായിരിക്കും ഈ കൊലപാതകം നടത്തുന്നത്? അങ്ങനെ ഒരു സംശയം പോലീസിനുണ്ടായിരുന്നു. എന്നാൽ ഇത് വിചാരണ വേളയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ സർജനെ കോടതി വിസ്തരിക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ 33 വർഷത്തെ സർവീസിനിടയിൽ, അദ്ദേഹത്തിന് 33 വർഷത്തെ സർവീസുണ്ട്, 33 വർഷത്തെ പോലീസ് സർജൻ എന്ന സർവീസിനിടയിൽ ഞാൻ പ്രതിമാസം ഒരു 30 പേരുടെയെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തും. അതിൽ കൂടുതലും സ്ത്രീകളുടേതായിരിക്കും. അവരിൽ പലരും തൂങ്ങി മരിച്ചു എന്ന സംഭവമായിരിക്കും പോലീസ് റിപ്പോർട്ടിലുള്ളത്. തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു, അങ്ങനെയായിരിക്കും പോലീസ് റിപ്പോർട്ട്. അവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഇന്ത്യയിൽ ഒരു വനിതയും പൂർണ്ണ നഗ്നയായി സൂയിസൈഡ് ചെയ്യില്ല അല്ലെങ്കിൽ തൂങ്ങി മരിക്കില്ല എന്ന് പോലീസ് സർജൻ കോടതിയിൽ മൊഴി കൊടുത്തു. വിസ്താരത്തിൻ്റെ പറഞ്ഞു. അങ്ങനെ കോടതി അത് സ്വീകരിച്ചു. ശരിയാണ്, അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിലെങ്ങും കേട്ട് കഴിവില്ല. ഈ 2010 ശേഷവും വന്നിട്ടില്ല, 2010 മുമ്പ് വന്നിട്ടില്ല. അപ്പോൾ ഇത് റയറാണ്, പിക്യൂലർ കേസാണ്. അപ്പോൾ ഇത് കൊലപാതകം തന്നെയാണ്. അപ്പോൾ ഭർത്താവിന് ഇതുമായി ബന്ധമുണ്ടാകും. എന്നിട്ട് കോടതി വേറൊരു കാര്യം കൂടി പറഞ്ഞു. സുപ്രീം കോടതി ഒരു കേസിൽ ഒരു നിരീക്ഷണം നടത്തി. അർദ്ധനഗ്നരായോ അല്ലെങ്കിൽ അല്പവസ്ത്രധാരിണികളായോ ഒരു സ്ത്രീയും കടലിൽ ചാടി ജീവൻ ഒടുക്കില്ല എന്ന് സുപ്രീം കോടതിയുടെ മറ്റൊരു കേസിലെ നിരീക്ഷണം കൂടി കോടതി മുഖവിലേക്ക് എടുത്തു. അപ്പോൾ ഉടനെ പോലീസിന് മനസ്സിലായി ഈ ഭർത്താവിനെ ഗൾഫിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരണം. അങ്ങനെ ഭർത്താവിനെ ഗൾഫിൽ നിന്ന് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു. ഉടനെ ഭർത്തൃമാതാവും കൂടി ഹൈക്കോടതിയെ സമീപിച്ചു. കാരണം എന്താണ്, ഈ കോടതി സെഷൻസ് കോടതി എന്നിട്ട് ഇവർക്ക് ജീവപര്യന്തം ശിക്ഷയും വിധിച്ചു. അങ്ങനെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ ഈ അടുത്ത ദിവസം ഇവർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ഹർജി സമർപ്പിച്ചു. ഈ കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ വിദേശത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേസിൽ നിന്ന് തടി തപ്പാൻ ശ്രമിച്ചു. എന്നാൽ കോടതി രേഖകൾ പരിശോധിച്ചപ്പോൾ പോലീസ് 2-3 കാര്യങ്ങൾ വ്യക്തമായി ചെയ്തിരുന്നു. ഒന്ന്, ഈ യുവതി വനിതാ കമ്മീഷനിൽ ഈ യുവാവിനും അമ്മയ്ക്കുമെതിരെ കൊടുത്തിരിക്കുന്ന പരാതി. 2, ഇയാൾ ആ ദിവസങ്ങളിൽ, അതായത് ഈ യുവതി കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയിട്ട് കറങ്ങി നടന്നു. കാരണം വീട്ടിൽ പോകാതെ, വീട്ടിൽ അറിയിക്കാതെ കറങ്ങി നടന്നു. ഇയാൾക്ക് സംശയരോഗമുണ്ടായിരുന്നു. ഇയാൾ കറങ്ങി നടന്നതിനും അതുപോലെ തന്നെ ഇയാൾ വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്തതിനുമുള്ള രേഖകളും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആ രേഖകൾ പരിശോധിച്ചു. ഇയാൾക്ക് സംശയരോഗമാണെന്ന് കോടതി പറഞ്ഞു. സംശയരോഗം ചികിത്സിച്ചില്ലെങ്കിൽ ഏതൊരു വ്യക്തിയെയും അന്ധനാക്കുമെന്ന് കോടതി ഉത്തരവിൽ നിരീക്ഷിക്കുന്നുണ്ട്, കോടതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫലം, ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംശയരോഗത്തിൻ്റെ അനന്തരഫലം എന്ന് പറഞ്ഞാൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നും കോടതി ഈ കേസിൽ വിധി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഈ സെഷൻസ് കോടതിയുടെ വിധി ഉചിതമാണ്.
ജീവപര്യന്തം തടവ് തന്നെ ഇയാൾ അനുഭവിക്കണം. കാരണം എന്താണ്? ഗൾഫിൽ നിന്ന് ഭാര്യ അറിയിക്കാതെ വന്നു, സംശയരോഗം കാരണം ഭാര്യയെ പിന്നീട് ഹോട്ടൽ മുറിയിൽ കൊണ്ടുവന്നിട്ട് മദ്യം നൽകി മയക്കി, എന്നിട്ട് പൂർണ്ണ നഗ്നയാക്കി കൊലപ്പെടുത്തി, പിഞ്ചു കുഞ്ഞെ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞിനെ കൊണ്ട് അന്ന് തന്നെ ഗൾഫിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇത് ക്രൂരമായ ആസൂത്രണമാണ്. ഇതിന് താങ്കൾ ജീവപര്യന്തം തന്നെ അനുഭവിക്കണമെന്ന് കോടതി വിധിച്ചു. ആ തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധി അംഗീകരിച്ചു. അതേസമയം ഗാർഹിക പീഡനത്തിന് തെളിവുകളില്ല. ഗാർഹിക പീഡനം നടന്ന ഇയാൾ അന്ന് ആ ദിവസങ്ങളിൽ വീട്ടിൽ പോയി ഭാര്യയെ മർദ്ദിക്കുകയോ തെറി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഭർത്തൃമാതാവിനെ കേസിൽ നിന്ന് ഒഴിവാക്കി ഗാർഹിക പീഡന കുറ്റം ഈ കേസിൽ നിന്ന് മാറ്റി. അതായത് ഗാർഹിക പീഡനം നടന്നിട്ടില്ല എന്ന് ഹൈക്കോടതി സ്ഥിരീകരിച്ചു. അതുപോലെ തന്നെ അമ്മയെ, ഭർത്തൃമാതാവിനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ശരിക്കു പറഞ്ഞാൽ കേരളം ഞെട്ടിത്തരിച്ച ഒരു കേസായിരുന്നു. പൂർണ്ണ നഗ്നയായി ഒരു യുവതി തൂങ്ങി മരിച്ചു എന്ന വാർത്ത കേട്ട് കേരളം, ആ പയ്യന്നൂർ മാത്രമല്ല കേരളം ആകമാനം ചർച്ച ചെയ്ത വാർത്തയായിരുന്നു അന്ന് ഈ സംഭവം.